നമ്മളിപ്പോൾ ഉള്ളത് കല്യാട് MK നാരായണൻ ചേട്ടൻ്റെ വീട്ടിലാണ്. ഇവിടെ വരാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് ചേട്ടൻ എത്രയോ കൊല്ലങ്ങളായി സർക്കാർ ഓഫീസുകളിലും താലൂക്കിലും കയറി ഇറങ്ങി നടക്കുന്നു. അതിന് പട്ടയവും നികുതിയും കിട്ടുന്നില്ല എന്ന രീതിയിലൊരു പരാമർശമായിരുന്നു ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാര്യം ചേട്ടനൊക്കെ ഇവിടെ വിശദീകരിക്കാൻ നമ്മോട് സംസാരിക്കുകയൊക്കെയുണ്ട്. എന്തായാലും അത് പറയുന്നത് നിലവിൽ ചേട്ടൻ അവിടെ ഒരു കടയിട്ടിട്ടുണ്ട്. ആ കട വരെ ഈ ഒരു പെൻഡിങ് കാരണം തുറന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പറയുന്ന കാര്യം. ഒരുപാട് പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിനാണ് നിരന്തരമായിട്ട് ഈ സർക്കാർ ഓഫീസുകൾ കയറേണ്ട ഒരു അവസ്ഥ വരുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ഒരു കട തുറന്നാൽ ചേട്ടൻ്റെ ഒരു സാമ്പത്തികമായിട്ട് കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതുവഴി അതൊന്നും നിലവിൽ പെൻഡിങ് ആവുന്നത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ്. അത് എത്രയും പെട്ടെന്ന് പാസ്സാക്കി കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ അത് ഇപ്പം നിലവിൽ 5-6 കൊല്ലമായി എന്നൊക്കെയാണ് ചേട്ടൻ പറയുന്നത്. എന്തായാലും ചേട്ടൻ നമ്മുടെ കൂടിയുണ്ട്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ എന്താണ് ശരിക്കും സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ ചേട്ടൻ തന്നെ നമ്മോട് പറയും. ചേട്ടൻ ശരിക്കും എന്താണ് ചേട്ടൻ ഇത്രയും വയസ്സായിട്ടും ഓരോ സർക്കാർ സ്ഥാപനങ്ങളിലേക്കും കയറിറങ്ങുവാണ്. അതിനൊരു കാരണം എന്താണ് ശരിക്കും സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രശ്നം ഉണ്ടായത്? ഈ കേരള ഗവൺമെൻറ്റിൻ്റെ കുടികിടപ്പ് നിയമപ്രകാരം കല്യാട് വില്ലേജിൽ 21 കുടികിടപ്പുകാരുണ്ടായിരുന്നു. അപ്പോൾ 20 ജമ്മിമാർ സ്വാധീനിച്ചിട്ട് മാറ്റി അവർക്ക്. അപ്പം ജമ്മിയുടെ ഒരു പറമ്പത്താണ് എൻ്റെ കുടികിടപ്പ്, എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ കുടികിടപ്പ്. അപ്പോൾ അവർക്ക് 2 പേർക്കും അവർ വികലാംഗന്മാരും അങ്ങനെയുള്ള ആരോഗ്യഹീനന്മാരാണ്. അപ്പോൾ അങ്ങനെ അത് മറ്റുള്ളവരുടെ സഹായത്തോടുകൂടി ഞങ്ങൾക്ക് ആ 10 സെൻറ്റ് കിട്ടിയതിന് ശേഷം ജമ്മി സമൂഹം മുഴുവൻ ഞങ്ങൾക്കെതിരായി. അവർ തറവാട്ട് പറമ്പ് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് നാട്ടിൽ നിൽക്കാൻ പറ്റാതായി പുറത്ത് പോയി കണ്ണൂർ പോയി ജോലി ചെയ്തിട്ടാണ് എൻ്റെ അച്ഛനും അമ്മക്കും ഞാൻ കഞ്ഞി കൊടുത്തത്. അങ്ങനെ ആയതിന് ശേഷം ഒരാൾ വാടക കൊടുത്ത വില്ലേജ് ഓഫീസ് ആയതുകൊണ്ട് നാരായണ നീ അവിടെ അടിച്ചു വരാൻ നിൽക്കുമ്പോൾ ഒരു മാസം 20 ഉറുപ്പ്യ കിട്ടും, ഒരു മാസം അടിച്ചു വരാൻ. അങ്ങനെ ഞാനൊരു 5-8 കൊല്ലം 20 ഉറുപ്പ്യക്ക് പണിയെടുത്തു. ഒരു കൊല്ലത്തിൽ ഒരിക്കൽ ആ പൈസ കിട്ടും. ഈ കുടികിടപ്പിൽ നിന്നതിന് ശേഷം അച്ഛനും അമ്മയും മരിച്ചു, പെങ്ങൾക്ക് പ്രായമായി, ഒരു കല്യാണം വരണം എന്നുള്ള ആഘോഷത്തിൽ ഏടൊന്നും കല്യാണം കിട്ടുന്നില്ല. ഈ ചെറിയ കുടിലും സൗകര്യമെല്ലാം ആയതുകൊണ്ട് അവസാനം ഒരു ജമ്മി ഇവിടെ ഈ തലശ്ശേരിയുള്ള ഒരു KTP പത്മനാഭൻ ഡോക്ടർ നാരായണ അവിടെ പോയി ഞാൻ അയാളെ കാലുപിടി ചേർത്ത് പറഞ്ഞു എനിക്ക് ഞാൻ എവിടെയെങ്കിലും ഒഴിവുള്ള സ്ഥലത്ത് ഞാൻ നോക്കിത്തരാമെന്ന്. അങ്ങനെ അയാളൊരു കാര്യസ്ഥൻ ഒരു 27 സെൻറ്റിന് എനിക്ക് പട്ടയം തന്നു, അനുവദിച്ചു തന്നു അയാളുടെ പേരിൽ. അപ്പോൾ നോക്കുമ്പം ഇവിടെയെല്ലാം കയ്യേറിയിട്ട് ഭൂമിയില്ല. അങ്ങ് പടിയൂര് പോകുന്ന പാറക്കെട്ടിൽ ഒരു 27 സെൻറ്റ് തന്നു. അപ്പോൾ അവിടെ യാതൊരു വരച്ചാലും നരിയും അല്ല പുലിയിലുള്ള കാലഘട്ടമാണ്, താമസിക്കാൻ പറ്റില്ല. അച്ഛനും അമ്മേനെയും കൂട്ടി പോയിട്ട് ഒറ്റപ്പെട്ടതാണ്. ഒരു 2-3 കിലോമീറ്റർ യാത്ര ചെയ്യണം. പിന്നെ അയാളെ ഒരു പെങ്ങൾ കല്യാണം ഇവിടെ കമ്മാരത്തുള്ള അയാളൊരു പെങ്ങൾ എൻ്റെ വിവരങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം പറഞ്ഞു എനിക്ക് ഞാൻ ഒരു ചെറിയ സ്ഥലം തരാനാണ്, നീ എവിടെയും കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ അടുത്തുള്ള കൈവശക്കാർ അളവിൽ അധികമുള്ള ഭൂമിയിൽ ചെറിയ സ്ഥലം എനിക്ക് തന്നത്. ആ സ്ഥലത്തിന് ഞാൻ വില്ലേജ് ഓഫീസറോട് പോയിട്ട് ഈ രേഖപ്രകാരം 25 സെൻറ്റിന് പട്ടയമാക്കി. കാലം കഴിഞ്ഞ് ഞാൻ വില്ലേജിൽ അടിച്ചു വാരി നിൽക്കുന്ന സമയത്ത് എനിക്ക് ഫ്രീ ആയിട്ട് ബ്ലാത്തൂരിലുള്ള ഗോപാല മാഷ് അന്ന് പഞ്ചായത്ത് പ്രസിഡൻ്റ്, അയാൾ എൻ്റെ പേര് അറിഞ്ഞതിന് ശേഷം പറഞ്ഞു നാരായണ ഒരു വീട് പൈസ ഞാൻ പാസ്സാക്കി തരാം പഞ്ചായത്തിൽ നിന്ന്. ഇത് കിട്ടണ്ടെങ്കിൽ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റും കൈ സർട്ടിഫിക്കറ്റും വേണം, ഭൂമിയുടെ പ്ലാനും. അങ്ങനെ ആ വില്ലേജ് ഓഫീസർ അന്നത്തെ വില്ലേജ് ഓഫീസർ വന്ന് അളന്നതിന് ശേഷം നോക്കുമ്പോൾ 7 സെൻറ്റ് അധികമുണ്ട്. കുഴപ്പമില്ല, ആരാണ് ഇവിടെയല്ല അനവധിയാണ് 1-2 ഏക്കർ അധികമുള്ള പട്ടയം അഡീഷണൽ പിടിക്കുന്നുണ്ട്. എനിക്ക് ഞാനിത് സൗകര്യമാക്കി തരാമെന്ന് പുതിയ നികുതി ചീട്ട് മുറിച്ചു, അതുവരെയുള്ള കുടിശ്ശിക നികുതി കൊടുത്തു, എൻ്റെ കൈവശം വെച്ചു. അയാൾ പ്ലാനും കാര്യങ്ങളൊക്കെ വെച്ച് പൈസയും പാസ്സായി. പിന്നെ അയാളങ്ങ് മാറിപ്പോയി. കാലം കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചില്ല. ഞാൻ വില്ലേജ് ഓഫീസിൽ നിന്ന് പ്രൊമോഷൻ ഇല്ലാതെ ജോലി ആയതുകൊണ്ട് ഹെൽത്തിലേക്ക് മാറിയിട്ട് ഒരു ഹെൽത്ത് സർവീസിൽ ഞാൻ പാർട്ട് ടൈമായിട്ട് ജോലി എടുത്തു. എൻ്റെ അപ്പോഴൊക്കെ കല്യാണം കഴിഞ്ഞു. അന്നേരം അവിടെ ഒരു ചെറിയൊരു കുസിനി പോലത്തെ ഒരു ജാഗ കെട്ടിയിട്ടാണ് ഞാൻ താമസിച്ചത്. ഈ കുട്ടികളെ വളർത്തേണ്ട പ്രാരംഭത്തിൽ ഇതൊന്നും ഞാൻ പട്ടയത്തിനെ പറ്റി അന്വേഷിച്ചില്ല. കാലം കഴിഞ്ഞതിന് ശേഷം അന്ന് റീസർവേയിൽ അന്ന് 32 സെൻറ്റ് അന്ന് പോലെ ഞാൻ നികുതി വെച്ച് വരുന്നുണ്ട്. ആ വില്ലേജ് ഓഫീസർ തന്നിട്ടുണ്ട്. റീസർവേയിൽ എൻ്റെ ചുറ്റുപാടുള്ള ഭൂമി അളന്ന് നോക്കുമ്പോൾ 7 സെൻറ്റ് അധികമാണ്, നിങ്ങൾക്ക് അഡീഷണൽ അടിരേഖയില്ലാത്തതുകൊണ്ട് നികുതിയോ ഒന്നും തരാൻ പറ്റില്ല. അതുകൊണ്ട് തടഞ്ഞു വെച്ചു. 16-17 നികുതി തന്നില്ല. ഇതിൻ്റെ പരാതി ഞാൻ കമ്മീഷണർക്ക് ട്രാൻസ്പോണ്ടിൽ പിന്നെ ലീഗൽ അതോറിറ്റിക്കെല്ലാം കൊടുത്തു, ഹൈക്കോടതിക്കൊക്കെ പരാതി കൊടുത്തു. എനിക്ക് മറുപടി കിട്ടുന്നു ഇത് താഴേക്കിടയിൽ പരിഗണിക്കേണ്ട വിഷയമാണ് നിങ്ങളത് എന്ന് പറഞ്ഞിട്ട്. എന്നുവെച്ചാൽ സാമ്പത്തിക ശേഷി ഇല്ലാത്തവർക്കാണ് ഈ സഹായം തരുവാന്ന് പറഞ്ഞിട്ട് ആ പേപ്പറിൽ കണ്ടത്. എനിക്ക് ഇന്നും അത് കിട്ടിയില്ല. ഈ അവസാനമാണ് ഞാൻ കളക്ടറേറ്റ് പോയ സമയത്ത് ഡെപ്യൂട്ടി കളക്ടർ എന്നെ മുമ്പ് ഇവിടെ വില്ലേജിൽ പണിയെടുത്ത പരിചയത്തിൻ്റെ ഉള്ളിൽ അയാൾ പറഞ്ഞ് ഞാൻ വില്ലേജ് ഓഫീസറിൽ റെക്കമെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ റെക്കമെൻഡ് കത്തിൻ്റെ വെളിച്ചത്തിൽ അന്നത്തെ വില്ലേജ് ഓഫീസർ എനിക്ക് ട്രിബ്യൂണലിലേക്ക് പട്ടയത്തിന് 7 സെൻറ്റിന് അടി കൊടുത്തു. ആ കൊടുത്തത് വിധിയാവണ്ടെങ്കിൽ ഒരു 3 കൊല്ലം കേസ് നടത്തി. വിധിയാവണ്ടെങ്കിൽ ആ ലാസ്റ്റുള്ള നികുതി ചീട്ട് തന്നാൽ മാത്രമേ പട്ടയം വിധിയാവുള്ളൂ. ഇന്നും ലാൻഡ് ട്രിബ്യൂണലിൽ കെട്ടിക്കിടക്കുന്നുണ്ട്, ഇരട്ടി ലാൻഡ് ട്രിബ്യൂണലിൽ എൻ്റെ പട്ടയത്തിൻ്റെ കേസ്. അത് ഒന്നും ആയില്ല, ഇല്ല. അതെ, അത് ഈ വീടെടുക്കുമ്പം തന്നെ പെൻഷൻ പറ്റുന്ന കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത്
കുറച്ച് കാട്ടുകല്ലെല്ലാം പൊട്ടിച്ച് ഞാൻ ഒരു തറ കെട്ടി. എൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു മുന്നോട്ട് പോകണ്ടേ. 20 ഉറുപ്പ്യാണെന്ന് ശമ്പളം. അവിടെ ഒരു കട തുടങ്ങാമെന്നുള്ള രീതിയിൽ ഞാനൊരു ചെറിയ ഒരു കടയാക്കി. അന്ന് മുതലേ 2 റൂമിന് ഞാൻ ഈ പഞ്ചായത്തിൽ നികുതി ഈ വർഷം അടച്ചിട്ടുണ്ട്. എല്ലാ വർഷവും അടക്കുന്നതാണ്. ആ കെട്ടിടത്തിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. എന്തെങ്കിലും താലൂക്കിൽ പെൻഡിങ് വന്നത് കൊണ്ടാണ് ഇവിടെ ജോലി ചെയ്യാൻ പറ്റാത്തത്. ഇത് കടലാസ് കിട്ടണ്ടേ, ലൈസൻസ് കിട്ടണ്ടേ, കച്ചവടം ഒന്നും ചെയ്യണ്ടെങ്കിൽ അത് അവർ തരാത്തത് കൊണ്ട് നികുതി ചീട്ടില്ല, പട്ടയവുമില്ല. നികുതി ഷീട്ടും പട്ടയം ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട്, കേസുണ്ട് നിലവിൽ. ഇതുവരെ അതിനൊരു പരിഹാരം ഏകദേശം ഒരു 5-6 കൊല്ലമായി. ഇതുവരെയൊന്നും പറഞ്ഞിട്ടില്ല. 16-17 ശേഷം പിന്നെ ആ കേസ് അതിന് മുമ്പേ കൊടുത്തതാണ്. 16 ശേഷമാണ് നികുതി അവർ നോട്ടീസ് തന്നിട്ട് നിങ്ങൾ ലേറ്റസ്റ്റ് നികുതി ഷീട്ട് വെക്കണമെന്ന് എനിക്ക് വിവരം തന്നു. അതിന് ട്രിബ്യൂണലിൽ പോയ അല്ല വില്ലേജ് ഓഫീസ് പോയ സമയത്ത് പറഞ്ഞു, ഇത് കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെയുണ്ട്, നിങ്ങളത് തീരണ്ടെങ്കിൽ കളക്ടർ തീരുമാനിക്കണം. കളക്ടറും തീരുമാനിച്ചിട്ടില്ല. ഇല്ല, കളക്ടർക്ക് ഞാൻ 3 കളക്ടർമാർ മാറി വന്ന സമയത്ത് ഞാൻ സമീപിച്ചു. അന്നേരം പറഞ്ഞാൽ അന്ന് സർവേയർ നിങ്ങൾക്ക് തരുന്നതിന് എതിരായിട്ട് അടിയില്ലാത്ത കുറിപ്പ് വെച്ചിട്ടുണ്ട്. അയാൾ എന്നോട് അന്ന് താസാറേയും കൂട്ടി ഈടെയുള്ള ഒരു ലാൻഡ് അക്വിസിഷൻ താസാറുണ്ടായിരുന്നു. അയാളും ഈ ട്രിബ്യൂണലിൽ സർവേയർ റോഡ് മേലെ നിന്നിട്ട് താസാറ് എൻ്റെ അറിയത്ത് വന്നിരുന്നിട്ട് പറഞ്ഞു, ആരാണ് 7 സെൻറ്റിലുള്ള അധികം ആളും ഇപ്പോൾ 1 ഏക്കർ 2 ഏക്കർ ആൾ പറഞ്ഞിട്ട് അഡീഷണൽ കൊടുക്കുന്നുണ്ട് നികുതി. അതുകൊണ്ട് നിൻ്റെ എങ്ങനെയും അയാൾ കണ്ടിട്ട് പ്രശ്നം പരിഹരിക്കുന്നുണ്ട്. ഞാൻ എന്നാ സാർ വേണ്ടത്? ഞാനിങ്ങനെ വളരെ വിഷമത്തിലാണ്ട് എനിക്ക് വലിയൊരു ഓപ്പറേഷൻ അങ്ങനെ ഞാൻ ചെയ്തിട്ട് വന്നതായുള്ളൂ. സാമ്പത്തികമില്ല, മക്കൾ ആരും കൂടിയില്ല, 4 മക്കളുണ്ട്, ഭാര്യയും ഞാനേ ഉള്ളൂ. അപ്പോൾ തുടർച്ചയായിട്ട് ഭാര്യയ്ക്ക് ക്യാൻസറും വന്നു. അവസാനം അയാൾ പറഞ്ഞു, ഒരു 25 ഉറുപ്പ്യെങ്കിലും അയാൾക്ക് കൊടുത്താൽ പ്രശ്നം തീരുന്നു. ഞാൻ 25 പൈസ കൊടുക്കാൻ എനിക്കില്ല. അന്നു പാലും ഇപ്പം അടുത്ത് വരികയുടെ പട്ടയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ പെൻഡിങ്ങിലുള്ളൂ. എന്തായാലും ചേട്ടൻ നമ്മൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. എത്രയോ കാലങ്ങളായി ഈ നികുതിക്ക് വേണ്ടി, ഈ ഒരു സ്ഥലത്തിൻ്റെ നികുതിക്കും ഇതൊക്കെ വേണ്ടി ഒരുപാട് നാളായിട്ട് പല സർക്കാർ ഓഫീസുകളിലും കയറി ഇറങ്ങുന്നുണ്ട്. ഇതുവരെയും അതിനു വേണ്ട ഒരു നീതി ലഭിച്ചിട്ടില്ല എന്ന കാര്യമാണ് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം അതുൽ ബാത്തൂർ, ഏജാനെറ്റ്.